എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള, കണ്ണൂർ, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, രേഖകൾ എന്തൊക്കെയാണ്, എന്താണ് അപാർ ID, നിങ്ങൾക്കും സ്വന്തമായി ഇത് വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു മൊബൈൽ ഫോണും ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. ഒരുപാട് വിദ്യാർത്ഥികളാണ് കമൻറ്റ് ചെയ്യുന്നത്, എന്താണ് അപാർ ID, എങ്ങനെയാണ് ഉണ്ടാക്കുക. ഇതോർത്തൊന്നും നിങ്ങൾ യാതൊരു രീതിയിലുള്ള ടെൻഷനും അടിക്കേണ്ട. ഇത് അഡ്മിഷൻ സമയത്ത് നിർബന്ധമാണോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവും കൂടിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ കേരള, കണ്ണൂർ, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ആവശ്യമായ രേഖ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾ അപേക്ഷിച്ചപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാദമിക് ഡീറ്റെയിൽസ്, ഓപ്ഷൻ ഡീറ്റെയിൽസ്, ഫോട്ടോ സിഗ്നേച്ചർ എന്നിങ്ങനെയുള്ള ഒരു പ്രിൻ്റ് ഔട്ടില്ലേ, അത് കൈ വേണം. രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിൻ്റെ പ്രിൻ്റ് ഔട്ട്, മാൻഡറ്ററി ഫീ അടച്ചതിൻ്റെ പ്രിൻ്റ് ഔട്ട്, പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ, TC ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, പിന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ്. കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും റിസർവേഷൻ തെളിയിക്കുന്നുണ്ടെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി തെളിയിക്കുന്ന 2 സർട്ടിഫിക്കറ്റ്, NSS പോലെയുള്ള ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ എന്തൊക്കെയാണ് പിന്നെ നിങ്ങളുടെ +2വിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇത്രയും രേഖകളൊക്കെയാണ് കയ്യിൽ ആവശ്യമായി വേണ്ടത്. ഇനി എന്താണ് അപാർ ID എന്ന് ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കാം. ഒരു മൊബൈലും ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നുണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് അപാർ ID എന്ന് പറയുന്നത്. ഇത് അഡ്മിഷൻ സമയത്ത് നിർബന്ധമാണോ എന്നും പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപാർ ID ഉണ്ടാക്കാനായി നിങ്ങൾ www.abc.government.in എന്ന വെബ്സൈറ്റിൽ കയറുക. അതായത് www.abc.government.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ വഴി, അത് നിങ്ങൾക്ക് അതിനകത്ത് പുതിയതായിട്ട് സൈൻ ഇൻ ചെയ്യാം. എന്നിട്ട് ലോഗിൻ ചെയ്ത് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപാർ ID ജനറേറ്റ് ചെയ്തെടുക്കാമെന്നാണ്. അപാർ കാർഡ് നിങ്ങൾക്ക് കിട്ടും. കാർഡ് ആവശ്യമില്ല, ID മാത്രമേ ആവശ്യമുണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് സ്വന്തമായി അപാർ ID ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഓർത്തിരുന്നുള്ളത് www.abc.government.in www.abc.government.in ഗവൺമെൻറ് എന്നുള്ള GOV മതി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻ. താങ്ക് ഫോർ വാച്ചിങ്.